ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ചായയുടെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ പുറം ഭാഗത്തിന് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവാനും പിന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. സാധാരണ വെള്ളം തന്നെ ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. ചപ്പാത്തി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം മതിയാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് ഇവിടെ നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടും ഉണ്ടാവണം. ആ രീതിയിലാണ് വേണ്ടത്. ഇനി ഈ പഴം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് നാളികേരം ചേർക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ പകരം ശർക്കര ചേർത്താലും മതി. എന്നിട്ട് ആ നാളികേരം പഞ്ചസാരയും പഴത്തിൽ നന്നായിട്ട് യോജിക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സായി വന്നാൽ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അവിൽ ചേർക്കാം. ഞാനിവിടെ ചുവന്ന അവിലാണ് ചേർത്തിരിക്കുന്നത്, വെളുത്ത അവിലായാലും കുഴപ്പമില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്നങ്ങോട്ട് ചൂടാറി കഴിഞ്ഞാൽ അതിലെ നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരേ വലുപ്പത്തിലുള്ള 2 ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പഴത്തിൻ്റെ മിക്സ് ചെയ്തതുപോലെ തന്നെ ഇതും ഒരേ വലുപ്പത്തിലുള്ള 2 ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു ചപ്പാത്തി പലകയിൽ ആദ്യം നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉരുട്ടി വെച്ചിട്ടുള്ള ഈ മാവ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മാവിൻ്റെ 2 സൈഡിലും ആ ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ പരത്തുമ്പോൾ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊരു ചപ്പാത്തിക്കോല് വെച്ചിട്ട് അതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ പരത്തുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് തിന്നായി പോകാൻ പാടില്ല. ഈ രീതിയിൽ കുറച്ചൊന്ന് തിക്കായിട്ട് പരത്തുക. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ബോളിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഈ മാവിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. പരത്തുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിൽ തന്നെ പരത്താനായിട്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ
എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന മുഴുവൻ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഉള്ളിലുള്ള പഴമൊക്കെ ഓൾറെഡി വെന്തതാണ്, എന്നാലും ആ ഗോതമ്പ് മാവ് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് കുക്കായാൽ പിന്നെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മുഴുവൻ മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മൊത്തത്തിൽ അത്രയും മാവും ആ പഴവും വെച്ചിട്ട് ഒരു 15 എണ്ണം വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉള്ളിൽ പഴമായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നമ്മളെപ്പോഴും ഈ പഴംപൊരിയും മറ്റും ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്